ചിന്തിക്കൂ, നിങ്ങൾ ഇന്ന് പ്രതിജ്ഞ എടുത്തുവെന്ന്. അതായത് നിങ്ങൾ വനത്തിലെ ഒരു സിംഹത്തെ രക്ഷിക്കുമെന്ന്. അത് വളരെ നല്ലൊരു കാര്യമാണ്, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുക എന്നത്. നിങ്ങൾ ആ സിംഹത്തെ രക്ഷിക്കുന്നതാണ്, അതും അനേകം ആപത്തുകളിൽ നിന്നും. കാരണം ഈ പ്രകൃതിയിൽ സന്തുലനാവസ്ഥ ഉണ്ടാകുവാൻ വേണ്ടി. പക്ഷേ ആ സിംഹം നിരപരാധികളുടെ മേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും അതിന്റെ ജീവൻ രക്ഷിക്കുന്നത് ഉചിതമാണോ? എന്താ അപ്പോഴും നിങ്ങൾ സ്വന്തം പ്രതിജ്ഞയിൽ ഉറച്ചു തന്നെ നിൽക്കുന്നത് ശരിയായ കാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം ഇപ്പോൾ അതൊരു പാപമായി മാറിയിരിക്കുകയാണ്. ഏതൊരു പ്രതിജ്ഞയാണോ, പിന്നെ ഏതൊരു വാക്കാണോ ഈ കാണുന്ന പ്രകൃതിയുടെ വിനാശത്തിന് കാരണമാകുന്നത്, അതിന്റെ സന്തുലനാവസ്ഥയെ തകർക്കുന്നത്, ആ പ്രതിജ്ഞ അവിടെ വെച്ച് ഉപേക്ഷിക്കേണ്ടതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. സമയത്തോടൊപ്പം നിങ്ങൾ മാറുക. ആരാണോ സമയത്തിനനുസരിച്ച് മാറാൻ തയ്യാറാകാത്തത് അവരെ ഈ പ്രകൃതി ഉറപ്പായും അടിമുടി മാറ്റുന്നതാണ്. അതുകൊണ്ട് ഓർമ്മിച്ചാലും, ഇതായിരിക്കും വാക്ക്, ഇതായിരിക്കും പ്രതിജ്ഞ ഈ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി സഹായിക്കുന്നത്. അല്ലാത്ത പക്ഷം അത് പാപമാണ്. ആ പാപത്തിന്റെ ശിക്ഷ ഈ പ്രകൃതി നിങ്ങൾക്ക് നിശ്ചയമായും നൽകിയിരിക്കും. അപ്പോൾ വന്നാലും എന്നിട്ട് എന്നോടൊപ്പം പറയുക, വന്ദേ ധർമ്മം, വന്ദേ കർമ്മം.